ആലപ്പുഴയിൽ ഇന്നിപ്പോൾ പുന്നപ്ര വയലാർ അനുസ്മരണ ദിനം നടക്കുന്നു. ആ പരിപാടിയിൽ CM പങ്കെടുക്കുന്നുണ്ട്. അവിടെ ബിനോയ് വിശ്വമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വെച്ച് തന്നെ ഒരു കൂടിക്കാഴ്ച നടക്കാൻ എത്ര കണ്ട് സാധ്യതയുണ്ട് ജോസി? കാരണം ഈ CPI എക്സിക്യൂട്ടീവിന് മുമ്പേ തന്നെ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുണ്ടാക്കാനായിരിക്കും ഒരു പക്ഷേ CMന്റെ നീക്കം. അങ്ങനെയെങ്കിൽ ആലപ്പുഴ എവിടെ വെച്ചായിരിക്കും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുക? CMും ബിനോയ് വിശ്വവും ആ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെയല്ലേ സാധ്യത? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫുദ്ദീൻ. വൈകിട്ട് 5 മണിക്കാണ് പുന്നപ്ര വയലാർ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം വയലാറിൽ നടക്കുക. ഈ പരിപാടിയുടെ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരുമിച്ച് വേദി പങ്കിടുക. എന്തായാലും അതിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദ വിഷയങ്ങളിൽ ആശയവിനിമയം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ വിജിൻ റിപ്പോർട്ട് ചെയ്തതുപോലെ രാവിലെ 10 മണിക്ക് കായംകുളത്താണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി. സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനാൽ മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ എത്തുമോ അതോ ഓൺലൈനായാണോ പങ്കെടുത്തതിന് ശേഷം പരിപാടിക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പ് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പ് തന്നെ നേതാക്കളുമായി CPI നേതാക്കളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ആശയവിനിമയം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിക്ക് CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുക. നേതാക്കളൊക്കെയും ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വലിയ ചുടുകാടാണ്. വലിയ ചുടുകാട് അല്പസമയത്തിനകം പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിന്റെ ഭാഗമായുള്ള ദീപശിഖാ പ്രയാണം നടക്കും. മന്ത്രി G. സുധാകരൻ ഈ പരിപാടി മുൻമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഏറെ നാളായി CPMുമായി അകന്നിൽക്കുന്ന മുൻമന്ത്രി G. സുധാകരൻ, മുതിർന്ന CPM നേതാവ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാ വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും CPMന്റെയും മറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഏറെ നാളായി വിട്ടുനിൽക്കുകയാണ്. ഈ ദീപശിഖാ പ്രയാണത്തിന്റെ ഭാഗമായി പുന്നപ്ര ദിനാചരണത്തിൽ താൻ പങ്കെടുക്കുന്നുണ്ട് എന്ന് പല തവണയും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അതിനുശേഷം നടക്കുന്ന 11 മണിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന തോട്ടപ്പള്ളിയിലെ പാലം ഉദ്ഘാടന ചടങ്ങ്, അതിലാണ് വളരെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു സർക്കാർ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും G. സുധാകരനും ഒരു വേദിയിൽ എത്തുന്നു പരിപാടിയുടെ പ്രത്യേകതയാണ്. എന്തായാലും കൈമാറ്റത്തിനായി വലിയ ചുടുകാട്ടിലേക്ക് G. സുധാകരൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ഈ പരിപാടിയെ ഏറ്റവും ശ്രദ്ധേയമാർഷിക്കുന്നത്. മന്ത്രി P. പ്രസാദ് അടക്കമുള്ള CPI നേതാക്കളും എത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തെ പൊതുസമ്മേളന പരിപാടിയിൽ CPMന്റെയും മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. അതിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരുമിച്ച് എന്നതാണ് ആ പരിപാടിയുടെ ശ്രദ്ധയാകർഷിക്കുന്ന കാര്യം. എന്തായാലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ എത്തിയിട്ടുണ്ട്. CPIയുടെയും CPMനെയും സംബന്ധിച്ചിടത്തോളം ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണവും അതിൻ്റെ വാർഷിക ദിനാചരണവും ഒക്കെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് CPMന്റെയും CPIയുടെയും സംഘടനാ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. അതിനിടെയാണ് ഈ വിവാദ വിഷയങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ഉയർന്നു വരുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CPI തർക്കങ്ങൾ, CPM തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 നിർണായക യോഗങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നതും ഒരേ ജില്ലയിൽ തന്നെ മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും എത്തുന്നതും ഒരു വേദി പങ്കെടുക്കുന്നതുമൊക്കെയും അത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു പകലാണ് ഇന്ന് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. ജിൽസി, സൈഫുദ്ദീൻ.